ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എന്നാൽ ആ സമ്പത്തിൽ ഒന്നുപോലും മക്കൾക്ക് ഓഹരി വെച്ചു കൊടുക്കാതെ മക്കൾക്ക് ദീന് മാത്രം കൊടുത്തൊരു പിതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മക്കൾക്കൊന്നും ഉണ്ടായില്ല. മക്കളൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാണ് ഉണ്ടായത്. മാ ഖല്ലഫ ലഹും മാലൻ ഫസാറൂ മിൻ അഗ്നൽ അഗ്നിയാ. വാപ്പയുടെ വകയായിട്ട് സമ്പത്തൊന്നും കിട്ടിയിട്ടില്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ. പക്ഷേ വാപ്പയുടെ മരണശേഷം ഈ മക്കൾ വലിയ സമ്പൽ സമൃദ്ധി അല്ലാഹു അവർക്ക് നൽകിയത് ചരിത്രത്തിലുണ്ട്. അത് അല്ലാഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നന്മകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. മക്കളോട് പറയുമായിരുന്നു, മക്കളെ, വാപ്പാക്കൊരു ഡ്രസ്സാണുള്ളത്, മക്കൾക്കും അത് മതി. വാപ്പക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്താണോ വിശപ്പടങ്ങാൻ കഴിയുന്നത് അത് മാത്രമേ വാപ്പ ഭക്ഷിക്കുകയുള്ളൂ. ഇത് മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്നുള്ള മുസ്ലിമീങ്ങളുടെ സമ്പത്താണ്. അതുകൊണ്ട് എനിക്ക് ദൂർത്തടിക്കാനോ അനാവശ്യമായി ചെലവഴിക്കാനോ ആവശ്യത്തിലേറെ എടുക്കാനോ പാടില്ല എന്ന് കണിശമായി സ്വന്തം ഭാര്യയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മകൾ ഫാത്തിമയാണ് ഭാര്യ. ആ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ വജ്രമാല എടുത്തെനിക്ക് താ. അത് നിന്റെ വാപ്പ നിനക്ക് തന്ന സമ്മാനമാണ്. പക്ഷേ നിന്റെ വാപ്പ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അനർഹമായി കൈപ്പറ്റിയ ആളാണ്. അതുകൊണ്ട് നിന്റെ കഴുത്തിലെ നൂറുകണക്കിന് കല്ലുകളുള്ള വജ്രമാല മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം, അതെടുത്തു താ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്ത ഭാര്യയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. മരിച്ചപ്പോ ഖസാനയുടെ സൂക്ഷിപ്പുകാരൻ ചെന്ന് പറഞ്ഞു, ഫാത്തിമ, ഭർത്താവ് മരിച്ചില്ലേ, നിങ്ങളുടെ ആ മാല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, വേണോ? കഴുത്തിലെടുത്ത് അണിയണമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ മരിച്ചുപോയില്ലേ? 40 വയസ്സിനുള്ളിൽ മരിച്ചിട്ടുണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. 2.5 കൊല്ലമാണ് ഭരിച്ചത്. പക്ഷേ 25 കൊല്ലത്തിന്റെ നന്മ ചെയ്തു പോയ മഹാൻ. പറാവുകാരൻ ചോദിച്ചു, വേണോ? എടുത്തു തരാ, എന്റെ കയ്യിലുണ്ട്, ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല, അന്ന് അയച്ചു വെച്ചതല്ലേ. അദ്ദേഹത്തിന് അറിയാം ഇത് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് മാല ഇഷ്ടമല്ല, ആഭരണങ്ങൾ ഇഷ്ടമാണല്ലോ. അന്നേരം ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് കൊടുത്ത മറുപടിയുണ്ട്, മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ. അത് അല്ലാഹുവിന് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു, പാവപ്പെട്ടവർക്ക് നൽകാൻ, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ഉമ്മ. ഈ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ മക്കളെ അല്ലാഹു കൺമണി പോലെ സംരക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മയെ കുറിച്ചാ പറയുന്നത്. ആരാണ് അസ്മാ ബീവി? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്, പക്ഷെ ഉമ്മ വേറെയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളുടെ ഹജ്ജാജ് ഇബ്നു യൂസുഫും തമ്മിലുണ്ടായ സംഘട്ടനം മക്കയിൽ നടക്കുമ്പോ അസ്മാ ബീവിക്ക് കണ്ണു കാണില്ലായിരുന്നു. 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് അസ്മാ ബീവി എന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ മുത്തനബി തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടെ 3 ദിവസം ഒളിച്ചു പാർത്തപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത പൂർണ്ണ ഗർഭിണിയായിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ ഒരു ദിവസം 2 തവണ ആ സൗർ മല മുഴുവൻ കയറിയ മഹദിയാണത്. നമുക്ക് ആണുങ്ങൾക്ക് തന്നെ കയറാൻ വയ്യ, പിന്നീട് ഗർഭിണികൾക്ക്. നമുക്ക് ഇന്നവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനികൾ കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി സൗകര്യം ചെയ്തിട്ടുണ്ട് സൗറും ഹിറായും കാണാൻ. പക്ഷേ നമുക്ക് പോലും തളർന്നു പോയി പോകും അവിടെ എത്തുമ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്. ആ 2 മലകളിൽ ഏറ്റവും ഉയർച്ചയുള്ള മലയാണ്, ഉയർന്ന മലയാണ് സൗർ. ആ സൗർ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങൾക്കും തന്റെ അവരുടെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണവുമായി രാവിലെയും വൈകുന്നേരവും കയറിയിറങ്ങും, ആരാരും കാണാതെ. ഗർഭിണിയായിരുന്ന മഹദി അന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ കെട്ടിവെക്കാൻ കയറ് കിട്ടിയില്ല. എങ്ങനെ തെരഞ്ഞിട്ടും കയറ് കിട്ടുന്നില്ല. തന്റെ ബെൽറ്റുണ്ട്. മഹദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇസാറിന്റെ മീതെ ഉടുക്കുന്ന അരമുണ്ടിന്റെ മീതെ ഉടുത്തിരുന്ന ഒരു തോലിന്റെ ബെൽറ്റ് ഉണ്ടായിരുന്നു, നിതാഖ്. ആ ബെൽറ്റ് 2 പാതിയാക്കി. ഒരു പാതി കൊണ്ട് ഭക്ഷണം കെട്ടിവെച്ചു, അത് വീഴാതിരിക്കാൻ. മറ്റേ പാതി കൊണ്ട് വസ്ത്രം കെട്ടിവെച്ചു.
അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ വിളിച്ചത് ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമസ്ഥയായ 2 ബെൽറ്റുകൾ ഉണ്ടായിരുന്നവർ എന്ന് അസ്മാ ബീവിയെ നബി തങ്ങൾ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാ റളിയല്ലാഹു അൻഹക്ക് 100 വയസ്സായപ്പോ ലം യസ്ഖുത് ലഹാ സിന്നുൻ, ഒരു പല്ല് പോലും പൊഴിഞ്ഞു പോയിട്ടില്ല എന്നാ. സുബ്ഹാനല്ലാഹ്, ഒരു പല്ല് പോലും അസ്മാ ബീവിയുടേത് പോയിട്ടില്ല. വലം യുൻകിറു ലഹാ അഖ്ലുൻ, മഹദി റളിയല്ലാഹു തആല അൻഹാക്ക് ബുദ്ധിക്കൊരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. 100ാമത്തെ വയസ്സിലും മുഴുവൻ പല്ലുമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ഓർമ്മശക്തിയുണ്ട്, നല്ല ജ്ഞാനമുണ്ട്. ആ മഹദിയെ അല്ലാഹു സംരക്ഷിച്ചു. ഹഫിദഹല്ലാഹു ഫീ കബരിഹാ, യൗവനകാലത്ത് അല്ലാഹുവിന്റെ റസൂലിന് സംരക്ഷണം കൊടുത്തതിന്റെ പേരിൽ വാർദ്ധക്യത്തിൽ അല്ലാഹു അസ്മാ ബീവിയെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് മഹാന്മാർ ഇതിന് പറയും. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറിന് 2 മിനിറ്റേ ഉള്ളൂ. നമ്മൾ എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേൽക്കുക, സ്റ്റേജിലുള്ളവരെ എഴുന്നേൽക്കണ്ടേ. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ 9:09 തുടങ്ങിയത്, 10:12 10:17 10:08. അൽഹംദുലില്ലാഹ്, സമയം കൃത്യമാണ്. 11:09 സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.